നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനം വ്യവസായ രംഗത്ത് വിപ്ലവാത്മക ചുവടുകളാണ് വയ്ക്കുന്നതെന്ന് മന്ത്രി പി രാജീവ്. സംരംഭക സമൂഹത്തിനായി വലിയ മാറ്റങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും മന്ത്രി. മൂന്നാർ ആറോ ജംഗ്ഷനിലെ വഴിയോരക്കടകൾ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് തുറക്കാൻ പാടില്ലെന്ന് കർശന നിർദ്ദേശം നൽകി തദ്ദേശ ഭരണകൂടം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ 4ഓളം കടകളുടെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. മേഖലയിൽ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അധികൃതർ. വീടിനരികിൽ സ്വകാര്യ റിസോർട്ടുകാർ ഭീമൻ കുളം നിർമ്മിച്ചതോടെ ഉറക്കം നഷ്ടപ്പെട്ട് കുടുംബം. മഴ പെയ്തതോടെ ഏത് നിമിഷവും നിലം പതിക്കാവുന്ന വീട്ടിൽ കഴിയുന്നത് ആനച്ചാൽ ചിത്തിരപുരത്ത് താമസിച്ചു വരുന്ന പള്ളിപ്പുറത്ത് വീട്ടിൽ ആയിഷയും കുടുംബവും. പെട്ടിമുടി ദുരന്തത്തിന് ഇന്ന് 4 വയസ്സ്. മലമുകളിൽ നിന്ന് പൊട്ടിയൊഴുകിയ ഉരുൾപെട്ടിമുടിയെ നാമാവശേഷമാക്കിയത് 2020 ഓഗസ്റ്റ് 6 അർദ്ധരാത്രിയിൽ. ദുരന്തത്തിൽ നഷ്ടപ്പെട്ടത് കുഞ്ഞുങ്ങളും ഗർഭിണിയും ഉൾപ്പെടെ 70 പേരുടെ ജീവൻ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനം വ്യവസായ രംഗത്ത് വിപ്ലവാത്മക ചുവടുകളാണ് വയ്ക്കുന്നതെന്ന് മന്ത്രി പി രാജീവ്. തൊടുപുഴയിൽ കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംരംഭക സമൂഹത്തിനായി വലിയ മാറ്റങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഉൽപാദന രംഗത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനം 18.9% വളർച്ച കൈവരിച്ചു. 2,67,636 MSMEകളാണ് 2.25 വർഷത്തിനുള്ളിൽ ആരംഭിച്ചത്. ഇതിലൂടെ 17,21,038 കോടി രൂപയുടെ നിക്ഷേപവും 5,69,880 തൊഴിലവസരങ്ങളുമുണ്ടായി. ജില്ലയിൽ മാത്രം 8,563 സ്ഥാപനങ്ങൾ വന്നു. 567.71 കോടി രൂപയാണ് നിക്ഷേപം. രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം 28,000 കോടി രൂപയുടെ നിക്ഷേപമാണുണ്ടായത്. രാജ്യത്ത് ആദ്യമായാണ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന സങ്കല്പം. 80 കോളേജുകൾ ഇതിനകം താൽപര്യം പ്രകടിപ്പിച്ചു. ഇതിലൂടെ വ്യവസായവും നടക്കും, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്വഭാവവും മാറും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം അവിടെ ആരംഭിക്കുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യാം. സമയത്തിനനുസരിച്ച് പഠനത്തിലും ക്രെഡിറ്റ് ലഭിക്കും. വിദേശ രാജ്യങ്ങളിലെ പോലെ ഇവിടെയും പഠനത്തിനൊപ്പം താൽക്കാലിക ജോലി ഉറപ്പാക്കാനാകും. സ്ഥലത്തിന്റെ പരിമിതിക്ക് പരിഹാരമായാണ് ലാൻഡ് പൂളിംഗ് അവതരിപ്പിച്ചത്. ടൂറിസം, IT, റോബോട്ടിക്സ്, AI തുടങ്ങി 22 മുൻഗണനാ മേഖലകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവയിൽ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കും. സ്വകാര്യ വ്യവസായ പാർക്കുകൾ ആരംഭിക്കാനുള്ള നയത്തിൽ ഭേദഗതി വരുത്തിയ ശേഷം 1 വർഷത്തിൽ 27 പുതിയ സ്വകാര്യ വ്യവസായ പാർക്കുകൾ തുടങ്ങി. സ്റ്റോറിൽ വിൽപ്പന, കേരള ബ്രാൻഡ് തുടങ്ങിയവയിലൂടെ മാർക്കറ്റിംഗിലും ഇടപെടലുകളുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണവുമായി ചേർന്ന് സ്മാർട്ട് വന്നു, കുറെ കൂടി അവരും ഓൺലൈനിലേക്ക് വന്നു. നമ്മളിപ്പോ മിഷൻ 1000 തെരഞ്ഞെടുക്കപ്പെട്ട വ്യവസായങ്ങളെ ഒരു 100 കോടി ടേൺ ഓവറുള്ള ശരാശരി ഒരു 1000 വ്യവസായികൾ, അപ്പോൾ 1 ലക്ഷം കോടി ടേൺ ഓവർ കേരളത്തിൽ 1000 വ്യവസായികൾ. സമ്പദ്ഘടന ചലനാത്മകമാകും, റവന്യൂ കൂടും. ഈ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. ആ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലാൻഡ് ലീസ് പോളിസി, ഈ പോളിസിയുടെ ഭാഗമായി സാമ്പത്തിക കുരുക്കിൽപ്പെട്ട് കൈമാറാനൊന്നും കഴിയാതെ ആത്മഹത്യ ചെയ്ത നിരവധി വ്യവസായികൾ കേരളത്തിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ എസ്റ്റേറ്റിൽ പ്രതിസന്ധിയിലായി കുറെ മുടക്കി. ഈ ലാൻഡ് കൈമാറാൻ പറ്റില്ല, തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടു, കൈമാറാൻ പറ്റുന്നില്ല. പ്രതിസന്ധിയിലായ സംരംഭത്തിന്റെ ആക്ടിവിറ്റി മാറാൻ പറ്റുന്നില്ല. ഇൻഡസ്ട്രി കുറെ ഉത്തരവ് ഇറക്കിയിരുന്നു, നടപ്പിലാക്കപ്പെട്ടില്ല. ഇപ്പൊ നമ്മൾ റവന്യൂ കൂടി ചേർന്ന് ഭൂമിയുടെ കാര്യത്തിൽ അവരുടെ അവകാശം കൂടി അംഗീകരിച്ച് എന്നാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തി വളരെ സിംപ്ലിഫൈ ചെയ്ത ലാൻഡ് അലോട്ട്മെന്റ് പോളിസി വന്നു. 25,000 രൂപ കൊടുത്താൽ ഓണർഷിപ്പ് മാറാം, 10,000 രൂപ കൊടുത്താൽ ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഉള്ള പരാതികൾ ഈ പുതിയ ചട്ടത്തെ അടിസ്ഥാനപ്പെടുത്തി അപേക്ഷകൾ സ്വീകരിച്ച് ജില്ലാ തലത്തിൽ അദാലത്ത് നടത്താൻ തീരുമാനിച്ചു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബേബി ജോർജ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് A. നിസാറുദ്ദീൻ, ജനറൽ സെക്രട്ടറി PJ ജോസഫ്, ട്രഷറർ ജോസഫ് പൈക, B. ജയകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി റിജി വർഗീസ്, സുനിൽ വഴുതലക്കാട്, ലിസിയമ്മ സാമുവൽ തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നാർ ആറോ ജംഗ്ഷനിലെ വഴിയോരക്കടകൾ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് തുറക്കാൻ പാടില്ലെന്ന് കർശന നിർദ്ദേശം നൽകി തദ്ദേശ ഭരണകൂടം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ 4ഓളം കടകളുടെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണിരുന്നു.
കടയിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. മേഖലയിൽ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. മൂന്നാർ ടൗണിലെ ആറു ജംഗ്ഷന് സമീപത്ത് നിരവധി വഴിയോര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. 2 കടകൾ പൂർണ്ണമായും 2 കടകൾ ഭാഗികമായും തകർന്നു. മണ്ണിടിച്ചിലിൽ പാറക്കല്ലുകളും മരങ്ങളും റോഡിലേക്ക് പതിച്ചിട്ടുണ്ട്. മേഖലയിൽ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ വഴിയോര സ്ഥാപനങ്ങൾ തുറക്കരുതെന്ന കർശന നിർദ്ദേശം കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് അധികൃതർ നൽകി. അപകട മേഖലയിലെ കടകൾ മാറ്റാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. KDHB റീജിയണൽ ഓഫീസിന് മുന്നിലുള്ള വഴിയോര കടകൾ ഇപ്പോൾ അപകട ഭീഷണിയിലാണ്. കാര്യം ഇപ്പോൾ ആ ഭാഗത്ത് മണ്ണിടിഞ്ഞ് താഴേക്ക് വന്ന് 2-3 കടകൾ നശിച്ചിട്ടുണ്ട്. അപ്പൊ നിലവിൽ ഈ 18 കടക്കാരെയും ഒഴിപ്പിക്കുന്നതിനായിട്ട് അടയ്ക്കുന്നതിനായിട്ട് നോട്ടീസ് കൊടുത്തു. അവരിപ്പോ കടകളൊന്നും തുറക്കുന്നില്ല. ഇത് സംബന്ധിച്ച് റവന്യൂവിന് ഒരു റിപ്പോർട്ടും കൂടെ നൽകുന്നതാണ്. വളരെ അടിയന്തരമായി ഈ കടകൾ നീക്കുന്നതിന് PWD റോഡ് വിഭാഗത്തിനോട് ആവശ്യപ്പെടുന്നതാണ് കടകൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട്. വഴിയോര സ്ഥാപനങ്ങൾക്ക് മുകളിൽ മണ്ണിടിച്ചിലും മേഖലയിലെ അപകട സാധ്യതയും ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. വീടിനരികിൽ സ്വകാര്യ റിസോർട്ടുകാർ ഭീമൻ കുളം നിർമ്മിച്ചതോടെ ഉറക്കം നഷ്ടപ്പെട്ട ഒരു കുടുംബം. ആനച്ചാൽ ചിത്തിരപുരത്ത് താമസിച്ചു വരുന്ന പള്ളിപ്പുറത്ത് വീട്ടിൽ ആയിഷയും കുടുംബവുമാണ് മഴ പെയ്തതോടെ ഏത് നിമിഷവും നിലം പതിക്കാവുന്ന വീട്ടിൽ കഴിയുന്നത്. തങ്ങളുടെ സ്വൈര്യ ജീവിതം ഇല്ലാതായതോടെ വിഷയത്തിൽ അധികൃതരുടെ ഇടപെടൽ വേണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. ഉണ്ടാകാനിടയുള്ള വലിയൊരു ദുരന്തത്തെ മുമ്പിൽ കണ്ടാണ് ആനച്ചാൽ ചിത്തിരപുരം സ്വദേശിയായ ആയിഷയും കുടുംബവും മുമ്പോട്ട് പോകുന്നത്. തങ്ങളുടെ വീടിനോട് ചേർന്ന പുരയിടത്തിൽ സ്വകാര്യ റിസോർട്ടുകാർ ഭീമൻ കുളം നിർമ്മിച്ചതോടെയാണ് ഈ കുടുംബത്തിന്റെ ഉറക്കം നഷ്ടമായത്. മഴക്കാലം എത്തിയതോടെ വീട് അപ്പാടെ ഇടിഞ്ഞ് ഭീമൻ കുളത്തിൽ പതിക്കുമെന്ന നിലയിലാണ് ഉള്ളതെന്ന് ആയിഷ പറയുന്നു. വലിയ പ്രശ്നമാണ്. ഞങ്ങളുടെ വീടാണെങ്കിൽ മൊത്തം ഇരുന്ന് വാസയോഗ്യം അല്ലാതായി. ഭിത്തിയെല്ലാം പൊട്ടി മുറിക്കകത്തെല്ലാം വെള്ളം ചാടുക. ഇപ്പോൾ മഴ പെയ്താലും വെയിൽ കഴിഞ്ഞാലും വെള്ളം ചാടും. പിന്നെ ഞങ്ങൾ തുടച്ചാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞു വിടുന്നത്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇവർ സോയിൽ പൈപ്പ് കൊടുത്തിട്ടുണ്ടോ സംശയമുണ്ട്. അവരവിടെ ആ കിണറ്റിൽ നിന്ന് അവർ വെള്ളം അടിച്ചുകൊണ്ടും ഇരിക്കുക. ഈ കിണർ ഈ ജലനിധിക്ക് വേണ്ടി റോഡ് മാന്തി പൈപ്പ് ഇട്ടപ്പം അവർ 2 പൈപ്പ് അവരുടെ അവിടം വരെയും അന്നേരം തന്നെ അവരെ കൂട്ടുനിർത്തിക്കൊണ്ട് അവിടം വരെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. ഇത് നിറഞ്ഞൊഴുകി ഞങ്ങളുടെ വീട് ഇങ്ങനെ ഗുരുതരമായതുകൊണ്ട് പോലും അവരൊന്നും ചെയ്യുന്നുമില്ല. ഇപ്പം അവർ ആ റിട്ടേൺ വാൾ കെട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് അവിടുന്ന് ഇതെടുത്തുകൊണ്ട് ഞങ്ങൾ കുത്തിയപ്പോൾ ഞങ്ങൾ കണ്ടില്ലായിരുന്നു. കുത്തി കഴിഞ്ഞ് പ്രശ്നമായപ്പോഴാണ് അവർ വന്ന് റിട്ടേൺ വാൾ കെട്ടിത്തരാൻ ഞങ്ങൾ എന്ത് വേണം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാം മൂടി കെട്ടി അങ്ങ് പണിതു. കിണർ ക്രെയിൻ വച്ച് താത്തി മണ്ണെടുത്ത് ഇങ്ങനെ ആക്കിയത്. 2 വണ്ടിയും കൊണ്ടുവന്ന് ഉന്തി കൊണ്ടുപോയി അവിടെ ഇടണേ ഓടിച്ചുകൊണ്ടുപോയി. അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തത്. ഞങ്ങൾക്ക് ഞാനും ഇക്കായി മാത്രമാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇത് അത്രയ്ക്കുള്ള അറിയത്തില്ലായിരുന്നു. ഇവർ മൂടി കെട്ടി ഇതെന്താ ചെയ്യണേന്ന്. ഇവർ ചെറിയ കിണർ കുത്തുവാന്ന് ഞങ്ങൾ ഓർത്തത്. പക്ഷെ ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് അവർ ഇത്രയും പണി ഇവിടെ ചെയ്തു. ഞങ്ങൾക്കിപ്പം ഒരു രക്ഷയില്ലാതെ ഞങ്ങൾക്ക് വീട്ടിൽ വാസയോഗ്യമല്ല. കുളത്തിന് വലിയ താഴ്ചയുണ്ട്. മഴ പെയ്തതോടെ കുളത്തിലാകെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞു. റിസോർട്ടുകാർ നിർമ്മിക്കുന്നത് ഭീമൻ കുളമാണെന്നും ഇത്രത്തോളം അപകട സാധ്യത നിറഞ്ഞതാണെന്നും ആയിഷയും കുടുംബവും വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. അപകടാവസ്ഥയിലുള്ള വീട് ഉപേക്ഷിച്ചു പോകുക ഈ കുടുംബത്തിന്റെ ജീവിതം താളം തെറ്റിക്കും. കുഞ്ഞുങ്ങളടക്കം 5 പേർ ഈ വീട്ടിൽ താമസക്കാരായുണ്ട്. ഇതിനോടകം ആയിഷ വിവിധയിടങ്ങളിൽ പരാതി നൽകിക്കഴിഞ്ഞു. തങ്ങളുടെ സ്വൈര്യ ജീവിതം ഇല്ലാതായതോടെ വിഷയത്തിൽ അധികൃതരുടെ ഇടപെടൽ വേണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാനം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി കൊണ്ട് ഉരുൾ കവർന്ന ഇടമാണ് മൂന്നാർ പെട്ടിമുടി. പെട്ടിമുടി ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് 4 വർഷമാകാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കവെയാണ് വയനാട് മുണ്ടക്കൈയും ചൂരൽമലയും ദുരന്തഭൂമിയായത്. ഈ 2 ദുരന്തങ്ങൾക്കും സമാനതകളുണ്ട്. രണ്ടും തോട്ടം മേഖലയാണ്. ഒരു പ്രദേശത്തെ ആകെ താറുമാറാക്കിയാണ് 2ഇടത്തും ഉരുൾപൊട്ടിയത്. മലമുകളിൽ നിന്ന് പൊട്ടിയൊഴുകിയ ഉരുൾ 2020 ഓഗസ്റ്റ് 6-ാം തീയതി അർദ്ധരാത്രിയാണ് പെട്ടിമുടിയെ നാമാവശേഷമാക്കിയത്. അന്ന് കുഞ്ഞുങ്ങളും ഗർഭിണിയും ഉൾപ്പെടെ 70 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇതിൽ 4 പേരുടെ മൃതദേഹം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. അതുവരെ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ഉരുൾപൊട്ടലായിരുന്നു പെട്ടിമുടിയിലേത്. എന്നാൽ ഇന്ന് ചൂരൽമലയിലും മുണ്ടക്കൈയിലും അതിനേക്കാളും വ്യാപ്തിയേറിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ 2 ദുരന്തങ്ങൾക്കും സമാനതകളുണ്ട്. രണ്ടും തോട്ടം മേഖലയാണ്. ഒരു പ്രദേശത്തെ ആകെ താറുമാറാക്കിയാണ് 2ഇടത്തും ഉരുൾപൊട്ടിയത്.
മൂന്നാർ ടൗണിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ രാജമലയ്ക്ക് സമീപമുള്ള KDHP കമ്പനിയുടെ എസ്റ്റേറ്റായിരുന്നു പെട്ടിമുടി. തോട്ടം തൊഴിലാളികളാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഉരുൾപൊട്ടലിൽ പെട്ടിമുടിയിലുണ്ടായിരുന്ന 4 ലയങ്ങൾ ഒലിച്ചുപോയി. 22 കുടുംബങ്ങളിലായി 82 പേരാണ് അതിലുണ്ടായിരുന്നത്. 12 പേർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. സംഭവ സ്ഥലത്തു നിന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള മലമുകളിലാണ് ഉരുൾപൊട്ടിയത്. കുതിച്ചെത്തിയ ഉരുൾ നിമിഷ നേരം കൊണ്ട് തൊഴിലാളി ലയങ്ങളെ മണ്ണിനടിയിലാക്കി. വൈദ്യുതിയും മൊബൈൽ സിഗ്നലും ഇല്ലാതിരുന്നതിനാൽ വളരെ വൈകിയാണ് ദുരന്തം പുറം ലോകമറിഞ്ഞത്. 19 ദിവസം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്താനായത്. പല മൃതദേഹങ്ങളും കിലോമീറ്ററുകൾ അകലെ പുഴയിൽ നിന്നാണ് കണ്ടെത്തിയത്. ദുരന്തം നടന്ന സ്ഥലത്തു നിന്ന് 1 കിലോമീറ്റർ അകലെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് 6 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 66 പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരിക്കുന്നത്. മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയാതിരുന്ന 4 പേർ മരിച്ചെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ചെറുതോണി ടൗണിൽ പ്രളയത്തിൽ തകർന്ന് പ്രവർത്തനരഹിതമായി കിടന്ന കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണ് യുവാവ് മരിച്ചു. ചെറുതോണി സ്വദേശി മംഗളം കുന്നയിൽ സാബുവാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. വൈകിട്ട് 4:30 സംഭവം. കാൽതന്നി താഴേക്ക് വീഴുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ സാബു സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു. മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ ഇടുക്കി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വണ്ടിപ്പെരിയാറിൽ പട്ടാപ്പകൽ വീട് കുത്തിത്തുറന്ന് മോഷണം. വണ്ടിപ്പെരിയാർ പാറമട കൈപ്പള്ളി കുഞ്ഞുമോന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 25,000 രൂപയോളം നഷ്ടമായി. വണ്ടിപ്പെരിയാർ പാറമട കൈപ്പള്ളി കുഞ്ഞുമോന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിനുള്ളിലെ അലമാര കുത്തിത്തുറന്നാണ് മോഷണം നടന്നിരിക്കുന്നത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഞായറാഴ്ചത്തെ സംഘം കഴിഞ്ഞ കുഞ്ഞുമോനും ഭാര്യ ലാലിയും സൂക്ഷിച്ചിരുന്ന തുകയും പള്ളിയിൽ നേർച്ച സമർപ്പിക്കുന്നതിനായി സൂക്ഷിച്ചിരുന്ന തുകയും മോഷണം പോയതായി കുഞ്ഞുമോൻ പറയുന്നു. രാവിലെ ഞങ്ങൾ 7:30 ഞങ്ങൾ രണ്ടുപേരും കൂടെ പണിക്ക് പോകുന്നതാണ്. പണിക്ക് പോയിട്ട് വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഇവൾ 5:30 വരും. ഞാനും 6:30 ഞാനും വരുന്നതാണ്. പക്ഷേ ഇവൾ 5:30 വീട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേന് പുറവശത്ത് കൂടി കയറി അലമാരിയും കുത്തി തുറന്ന് 10,25,000 രൂപ കയ്യിലുണ്ടായിരുന്നു. ആ കുടുക്കയും പള്ളിയിലിടാൻ വേണ്ടി വെച്ചിരുന്ന കുടുക്കയും എടുത്തു. പിന്നെ കുറേ ചില്ലറ പൈസ ഉണ്ടായിരുന്നു. 10,23,000 രൂപ പേഴ്സിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് ആ കാശ് കൊടുക്കുന്നുണ്ട് പോയിരിക്കുന്നു. വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരമറിയിച്ചതനുസരിച്ച് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീടിന് പുറകുവശത്തുകൂടി എത്തിയ മോഷ്ടാവ് വീടിന്റെ ജനാല കുത്തിത്തുറന്നാണ് വീടിനുള്ളിൽ കയറിയത്. അടുക്കളയിൽ ഉണ്ടായിരുന്ന വാക്കത്തി ഉപയോഗിച്ചാണ് അലമാര കുത്തിപ്പൊളിച്ചത്. കഴിഞ്ഞ വർഷം ഇവരുടെ വീടിന് സമീപമുള്ള വീട്ടിൽ നിന്നും 1 ലക്ഷം രൂപയോളം മോഷണം പോയിരുന്നു. സ്കൂൾ ബസ്സിലേക്ക് പിക്കപ്പ് ജീപ്പ് ഇടിച്ചു കയറിയ അപകടം. നെടുങ്കണ്ടം പാറത്തോട് പാലത്തിന് സമീപത്തായിട്ടാണ് അപകടമുണ്ടായത്. നിർത്തിയിട്ടിരുന്ന സ്വകാര്യ സ്കൂൾ ബസ്സിലേക്ക് പുറകിൽ നിന്നും എത്തിയ പിക്കപ്പ് ജീപ്പ് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തെ തുടർന്ന് സ്കൂൾ ബസിന്റെ പിൻവശത്തിനും പിക്കപ്പ് ജീപ്പിന്റെ മുൻവശത്തിനും കേടുപാടുകൾ സംഭവിച്ചു. പരിക്കുകൾ ഏൽക്കാതെ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് അല്പനേരം തേക്കടി മൂന്നാർ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ 2 വാഹനങ്ങളും റോഡിൽ നിന്നും നീക്കം ചെയ്ത ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പെർമിറ്റില്ലാതെ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ സെപ്റ്റംബർ 2 മുതൽ ശക്തമായ നടപടി സ്വീകരിക്കാനൊരുങ്ങി കട്ടപ്പന നഗരസഭയും പോലീസും. അന്നേ ദിവസം ടൗൺ ഹാളിൽ ട്രാഫിക് ബോധവൽക്കരണ സെമിനാറും ടൗണിൽ ഓട്ടോറിക്ഷകളുടെ റാലിയും സംഘടിപ്പിക്കും. കട്ടപ്പന നഗരസഭാ പരിധിയിൽ 33 ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളാണ് നിയമപരമായി ഉള്ളത്. 450ഓളം ഓട്ടോറിക്ഷകൾ പെർമിറ്റ് എടുത്താണ് നിലവിൽ സർവീസ് നടത്തുന്നത്. എന്നാൽ പെർമിറ്റില്ലാതെ നിരവധി വാഹനങ്ങൾ നഗരത്തിൽ സർവീസ് നടത്തുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനൊരുങ്ങുകയാണ് നഗരസഭയും പോലീസും. നിലവിൽ പെർമിറ്റിനായി 100 അപേക്ഷകൾ ഇനി പരിഗണനയിൽ ഉണ്ട്. പേപ്പറുകൾ കൃത്യമല്ലാത്തതിനാലാണ് ഇവയ്ക്ക് പെർമിറ്റ് നൽകാൻ കഴിയാത്തത്. ഇത്തരത്തിലുള്ള വാഹന ഉടമകളെ നഗരസഭയിൽ നിന്ന് വിവരം അറിയിക്കുകയും പോലീസ് ക്ലിയറൻസ് ഉൾപ്പെടെ നേടി പെർമിറ്റ് വാങ്ങാൻ അറിയിച്ചിട്ടുമുണ്ട്. നഗരസഭയിൽ ട്രേഡ് യൂണിയൻ നേതാക്കൾ, പോലീസ് എന്നിവരുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 2 ടൗൺ ഹാളിൽ ട്രാഫിക് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. ഈ നിലവിൽ 2.5 വർഷമായി നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന പെർമിറ്റുകളുടെ പ്രവർത്തനങ്ങൾ നിലവിൽ സെപ്റ്റംബർ 2 മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഇന്നത്തെ യോഗം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഇനിയൊരു 100-ലധികം എണ്ണ ആപ്ലിക്കേഷൻസാണ് പെൻഡിങ് നിൽക്കുന്നത്. നിലവിൽ ഈ പെൻഡിങ് നിൽക്കുന്ന ആപ്ലിക്കേഷൻസിലുള്ള ആളുകൾക്ക് ഇവിടുന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കത്തുൾപ്പെടെ വിളിക്കുന്നു. അതുപോലെ തന്നെ അവരെ ഫോണിൽ വിളിക്കുന്നു.
വിളിച്ചിട്ട് പറഞ്ഞ എല്ലാം പേപ്പർ ഭാഗങ്ങൾ കൃത്യമല്ലാത്തതുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻസ് പെൻഡിങ് നിൽക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം അത്തരത്തിൽ പെൻഡിങ് നിൽക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെ പേപ്പർ ഭാഗം കറക്റ്റാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഓട്ടോറിക്ഷ പിന്നെ അതിൻ്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ ഡ്രൈവർമാർ അതിന് കൃത്യമായ രേഖകൾ മുനിസിപ്പാലിറ്റി കൊണ്ട് ഹാജരാക്കി പോലീസ് സ്റ്റേഷനിൽ വെരിഫിക്കേഷൻ പൂർത്തീകരിച്ച് അവരുടെ ബാഡ്ജും അവരുടെ പെർമിറ്റും കൈപ്പറ്റണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സെപ്റ്റംബർ മാസം 2-ാം തീയതി നിലവിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി പരിധിയിൽ ഉൾപ്പെട്ടുള്ള പെർമിറ്റ് കൊടുത്തിരിക്കുന്ന മുഴുവൻ ഓട്ടോറിക്ഷകളെ കട്ടപ്പന ടൗൺ ഹാളിൽ ഒത്തുചേരുന്നതിനും ട്രാഫിക് ബോധവൽക്കരണത്തോടുകൂടി പെർമിറ്റ് ലഭിച്ചിരിക്കുന്ന ഓട്ടോറിക്ഷകൾ അന്ന് റാലി നടത്തുന്നതിനും അതോടൊപ്പം തന്നെ അന്നു മുതൽ തന്നെ പെർമിറ്റ് ഇല്ലാത്ത വാഹനങ്ങളെ കർശനമായി നിയന്ത്രിക്കുന്നതിനുമാണ് നിലവിൽ ഇന്നത്തെ യോഗവും പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. ട്രാഫിക് ബോധവൽക്കരണത്തോടൊപ്പം കട്ടപ്പനയിൽ പെർമിറ്റുള്ള എല്ലാ ഓട്ടോറിക്ഷകളെയും ഉൾപ്പെടുത്തി റാലി സംഘടിപ്പിക്കും. സെപ്റ്റംബർ 2 മുതൽ പെർമിറ്റില്ലാതെ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് അധികൃതരുടെ തീരുമാനം. കാഞ്ചിയാർ കിഴക്കേ മാട്ടുകെട്ട കല്ലുവട്ടത്ത് ബാബു അമ്പിളി ദമ്പതികൾക്ക് സഹായഹസ്തവുമായി നാട്. ഇവരുടെ ദയനീയ അവസ്ഥ കഴിഞ്ഞ ദിവസം HCN പുറം ലോകത്ത് എത്തിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സഹായങ്ങൾ കുടുംബത്തെ തേടിയെത്തുന്നത്. കഴിഞ്ഞ ദിവസം കല്ലുവട്ടത്ത് ബാബു അമ്പിളി ദമ്പതികളുടെ ദയനീയ ജീവിത കാഴ്ചകൾ പുറം ലോകത്തെത്തിയിരുന്നു. വെൽഡിംഗ് തൊഴിലാളിയായിരുന്ന ബാബുവിന് 3 വർഷം മുമ്പ് സ്ട്രോക്ക് ഉണ്ടായി. ഇതോടെ ശരീരം പാതി തളർന്ന അവസ്ഥയിലായി. ഇതേ തുടർന്ന് ഇവരുടെ ജീവിതവും വഴിമുട്ടി. ബാബുവിന്റെ മരുന്നിന് ദിവസവും 200 രൂപ ചിലവ് വരും. ഭാര്യ അമ്പിളി ഏലത്തോട്ടത്തിൽ ജോലിക്ക് പോയാണ് കുടുംബം മുന്നോട്ടു പോയിരുന്നത്. എന്നാൽ ജോലി ഇല്ലാതായതോടെ കുടുംബം പട്ടിണിയിലേക്ക് നീങ്ങി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ ദയനീയ അവസ്ഥ വാർത്തയായതിനു പിന്നാലെയാണ് സാമ്പത്തിക സഹായങ്ങളും ബാബുവിന് മരുന്നിനുൾപ്പെടെയുള്ള സഹായങ്ങളും ഇവരെ തേടിയെത്താൻ തുടങ്ങിയത്. HCNയിൽ കഴിഞ്ഞ ദിവസം വാർത്ത ഞങ്ങളുടെ അവസ്ഥ വീടിനെ പറ്റിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വാർത്ത കണ്ട് ഒത്തിരി ഞങ്ങൾക്ക് അവിടെ ഓരോ സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇനി ആരെങ്കിലും സഹായങ്ങൾ തരാൻ താല്പര്യമുള്ളവരാണ്. ഞങ്ങളുടെ അവസ്ഥ അത്രയും മോശമായതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയക്കാൻ ഞങ്ങൾ അക്കൗണ്ട് നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ തവളങ്കനാണ്. അടിമായി ഒരു മാങ്ങൂരിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്നിട്ട് 15 ഇല്ല. ഇപ്പം എൻ്റെ വീട്ടിൽ അറിയപ്പെടുന്ന കല്ലുവെടുത്താണ്. സഹായിക്കാനുള്ള എല്ലാത്തൊക്കെ ഒരുപാട് പേര് സഹായിക്കാൻ വന്നു. കാശ് വന്നു, മരുന്ന് മേടിച്ചു. അപ്പോൾ അതോടുകൂടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. എല്ലാവരുടെയും സഹായത്തിന് നന്ദി. ഇനി സഹായിക്കാനുള്ളവരെല്ലാവരും ഫോൺ നമ്പർ അക്കൗണ്ടൊക്കെ തരാം. അതിനകത്ത് ഇവരെ HCNക്കാർ ഒരുപാട് സഹായിച്ചു. ഒരുപാട് നന്ദി. ദൈവത്തിനെ പോലെ അവർ വന്ന് സഹായിച്ചു. എല്ലാവരും സഹായിച്ചു നന്ദി. ഇനി സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ജീവിതം തരുവാണെങ്കിൽ അത് പുണ്യമായിരിക്കും. സഹായിക്കുക എല്ലാവരും. നിർധന കുടുംബത്തെ സഹായിക്കാൻ താൽപ്പര്യമുള്ള സുമനസുകൾ ഇവരുടെ മാട്ടുകെട്ട യൂണിയൻ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുകയോ ഫോൺ നമ്പർ മുഖാന്തരം നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്ത ബാധിത മേഖലകളിലെ കുട്ടികൾക്ക് മാതൃത്വത്തിന്റെ അമൃത് ചുരന്ന ഉപ്പുതറ സ്വദേശി ഭാവന സജിനും കുടുംബത്തിനും ഹൈറേഞ്ച് ബെസ്റ്റ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ വാർത്തകൾക്കിടയിൽ കുരുന്നുകളുടെ ദൈന്യത കണ്ട സജിൻ തന്റെ കുഞ്ഞുങ്ങളെപ്പോലെ ദുരന്തബാധിത പ്രദേശങ്ങളിലെ കുട്ടികൾക്കും പാലൂട്ടാൻ തൻ്റെ ഭാര്യ ഭാവന തയ്യാറാണെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിടുകയും വയനാട്ടിലേക്ക് പോകുകയും ചെയ്തിരുന്നു. നിരവധി കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൈപിടിക്കാൻ സജിൻ ഭാവന ദമ്പതികളുടെ മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞു. മാതൃത്വത്തിൻ്റെ മഹനീയ മാതൃക ലോകത്തിന് സമ്മാനിച്ച ദമ്പതികളെ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആദരിച്ചു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. പകരം വെക്കാനാവാത്ത മഹത്തായ പ്രവർത്തനം കാഴ്ചവെച്ച സജിൻ ഭാവന ദമ്പതികൾ ഹൈറേഞ്ചിന്റെ യശസ് ലോകത്തിന് നെറുകയിലെത്തിച്ചിരിക്കുകയാണെന്ന് ബീന ടോമി പറഞ്ഞു. നമ്മളാരും ചിന്തിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത നന്മ ഇതാണ് നമുക്കെല്ലാവർക്കും കാണേണ്ടത്. ഇതുപോലെയാണ് നാം വളർന്നു വരേണ്ടത്. നമ്മളാൽ പറ്റുന്ന സഹായം നമുക്കാർക്കെങ്കിലും സാധിക്കും. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ എത്ര കുഞ്ഞുങ്ങൾക്കാണ് അവരുടെ മാറത്തിൽ നിന്നും ഒരു തുള്ളി മുലൽപ്പാല് കൊടുക്കുവാൻ സാധിച്ചത്? എത്ര കുഞ്ഞുങ്ങളാണ് ഈ അമ്മയെ മറക്കാതെ കൊണ്ടിരിക്കുന്നത്? നമ്മളിന്ന് ലോകം ഇവർക്ക് വേണ്ടി ഞാൻ എൻ്റെ പേരിൽ അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. മാധ്യമപ്രവർത്തകനും കട്ടപ്പന ഡെവലപ്മെന്റ് ഫോറം രക്ഷാധികാരിയുമായ MC ബോബൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രകൃതി ഏറ്റവും മനോഹരമായി നമുക്ക് സമ്മാനിച്ച പ്രദേശങ്ങളാണ് വയനാടും ഇടുക്കിയും. എന്നാൽ ആ പ്രകൃതി തന്നെ
പലപ്പോഴും കലിതുള്ളി ജീവൻ എടുക്കുന്നതും ഈ രണ്ട് പ്രദേശങ്ങളുടെയും പ്രത്യേകതയാണ്. ഒരുപക്ഷെ വയനാട് ദുരന്തമുണ്ടായപ്പോഴും 4 വർഷം മുമ്പ് പെട്ടിമുടി ദുരന്തമുണ്ടായപ്പോഴും ഇതൊക്കെ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നഗരവാസികളായ ചിലർ നവമാധ്യമങ്ങളിൽ വലിയ പ്രചരണം അഴിച്ചുവിടുന്നുണ്ട്. ജനവാസ മേഖലയിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് വയനാട്ടിൽ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് നമ്മൾ വായിച്ചറിഞ്ഞത്. വനമേഖലയിലാണ്, ഒരു മനുഷ്യനും കടന്നു ചെല്ലാത്ത വലിയ വനമേഖലയിലാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ തുടക്കം കുറിച്ചത്. ഒരുപക്ഷെ മനുഷ്യൻ്റെ പാദസ്പർശം പോലും ഏൽക്കാത്ത ഒരു പ്രദേശത്തു നിന്നും ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ പേരിൽ പോലും ആ പ്രദേശത്തെ മുണ്ടക്കയിലും മറ്റുമുള്ള ആളുകളെ പഴിക്കുന്നത് പോലും നമ്മളിപ്പോഴും കാണുന്നുണ്ട്. പെട്ടിമുടിയിൽ ദുരന്തമുണ്ടായപ്പോൾ ഇടുക്കിയിലെ കുടിയേറ്റ കർഷകന്റെ കയ്യിലിരിപ്പിന്റെ ഗുണമാണ് എന്ന് പറഞ്ഞവരെയും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ആദ്യം ആ ദുരന്തങ്ങൾക്കൊപ്പം ചേരുന്നവർ പിന്നീട് നമ്മുടെ നാട്ടിലുള്ള കുടിയേറ്റ കർഷകരെ മുഴുവൻ അപഹസിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കാണുന്നതാണ്. നഗരസഭാ കൗൺസിലർമാരായ സിജോമോൻ ജോസ്, രജിത രമേശ്, ബിന്ദുലത രാജു, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ്, സുമിത് മാത്യു എന്നിവർ സംസാരിച്ചു. ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുപാറ അധ്യക്ഷനായിരുന്നു. ഭാരവാഹികളായ ശ്രീകാന്ത് രവീന്ദ്രൻ, സി മോൻസി, NB സുനിൽകുമാർ, രാജേഷ് കിഴക്കേവീട്ടിൽ, പി രഞ്ജിത്ത്, ചന്ദ്രശേഖരൻ, ബിജു ചാക്കോ, സജിമോൻ തോമസ് എന്നിവരും നിരവധി ബസ് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ മുണ്ടക്കൈയിൽ 5 വർഷക്കാലം താമസിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് വണ്ടിപ്പെരിയാർ ഡൈമുക്ക് സ്വദേശികളായ കുടുംബം. 1993 സ്വകാര്യ ഏലത്തോട്ടത്തിൽ സൂപ്പർവൈസറായാണ് ഡൈമുക്ക് സ്വദേശി ജോയിയും കുടുംബവും മുണ്ടക്കൈയിലെത്തിയത്. 5 വർഷക്കാലം ഇവിടെ ജോലി ചെയ്ത ശേഷം ഇവർ സ്വദേശത്തേക്ക് മടങ്ങുകയായിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട് മുണ്ടക്കൈയിലുണ്ടായത്. ദുരന്തത്തിൽ നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ മുണ്ടക്കൈയിൽ 5 വർഷക്കാലം താമസിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് വണ്ടിപ്പെരിയാർ ഡൈമുക്ക് സ്വദേശികളായ കുടുംബം. ഡൈമുക്ക് സ്വദേശി ജോയിയും കുടുംബവുമാണ് ജോലിയുടെ ഭാഗമായി 5 വർഷക്കാലം മുണ്ടക്കൈയിൽ താമസിച്ചത്. 1993 കാഞ്ഞിരപ്പള്ളി സ്വദേശിയുടെ ഏലത്തോട്ടത്തിൽ സൂപ്പർവൈസറായാണ് ജോയിയും കുടുംബവും വയനാട് മുണ്ടക്കൈയിലെത്തുന്നത്. ഇവിടെ 5 വർഷം ജോലി ചെയ്ത ശേഷം ഇവർ തിരികെ വണ്ടിപ്പെരിയാറിലേക്ക് മടങ്ങുകയായിരുന്നു. അന്യനാട്ടിൽ നിന്നും ജോലി തേടിയെത്തിയ തങ്ങൾക്ക് മുണ്ടക്കൈ നിവാസികൾ നൽകിയ സ്നേഹത്തെക്കുറിച്ചും മറ്റും ജോയി ചേട്ടൻ പറയുന്നത് ഇങ്ങനെ. 3 മാസം ഞാൻ തന്നെ ജോലി ചെയ്തെങ്കിലും അതിനുശേഷം ഫാമിലിയായിട്ട് തന്നെയാണ് വയനാട്ടിൽ ജീവിച്ചത്. ഞങ്ങളുടെ തോട്ടത്തിൽ താമസസൗകര്യം ഒന്നും ഇല്ലായിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുണ്ടക്കൈയിൽ ഈ പനയാളം ബാലകൃഷ്ണൻ്റെ എസ്റ്റേറ്റിലാണ് താമസിച്ചിരുന്നത്. ഞങ്ങൾ ഈ താമസിച്ചിരുന്ന സ്ഥലം ഉൾപ്പെടെയാണ് ഈ ഉരുൾപൊട്ടി മൊത്തം നശിച്ചു. അവിടെ ഒത്തിരി ഈ 5 വർഷത്തോളം ഞങ്ങളവിടെ താമസിച്ച അവിടെയായിട്ട് ഒത്തിരി ആൾക്കാരുമായിട്ട് ബന്ധങ്ങളും പരിചയങ്ങളും നല്ല ആൾക്കാരും ഞങ്ങൾക്ക് പറയാൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പല ആൾക്കാരും. ആ ഓർമ്മ ഇന്നും ഞങ്ങളുടെ വയനാട് ജീവിച്ചത് ഇന്നും ഞങ്ങൾ മനസ്സിലുണ്ട്. ഇടുക്കിയോട് ഏറെ സാമ്യമുള്ള മേഖലയാണ് മുണ്ടക്കൈ എന്നും ഇവർ പറയുന്നു. കാരണം എല്ലാ കാര്യത്തിലും സഹകരിക്കാനും നമ്മളോട് ഒരു കുടുംബത്തെ പോലെ തന്നെയാണ് അവർ നമ്മളെ കണ്ടിരുന്നത്. എന്ത് കാര്യത്തിനും ഒരു മുസ്ലിങ്ങൾക്ക് പെരുന്നാൾ വന്നാൽ അവരുടെ വീട്ടിൽ ആഹാരം ഉണ്ടാക്കി ആ ഏരിയ മൊത്തം അവിടെയാണ് ഭക്ഷണം. അതുപോലെ ഓണമാണെങ്കിൽ ഒരു ഹിന്ദുക്കൾ താമസിക്കുന്നുണ്ട്, അവരുടെ വീട്ടിലെ ഭക്ഷണം. അതുകൊണ്ടൊക്കെ ഓരോ വിശേഷങ്ങൾക്കും അതുപോലെ സഹകരിച്ച് നല്ല രീതിക്ക് പോകുന്ന നല്ല ആൾക്കാർ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ. അതുപോലെ ഓരോ ആൾക്കാർക്കും അവരുടേതായ അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചറിഞ്ഞവർക്ക് അർത്ഥം തന്നെയല്ലേ. മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ വളരെ പ്രകൃതി ഭംഗിയുള്ള വളരെ നല്ലൊരു സ്ഥലമായിരുന്നു. ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ ആ സ്ഥലവും അവിടുത്തെ ആൾക്കാരെയും ഒന്നും നമുക്ക് മറക്കാനേ സാധിക്കുകയില്ല. അതുപോലെ അത് വളരെ വിഷമത്തോടു കൂടിയാണ് ഇന്ന് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ഇളയ മകൾ വയനാട്ടിലാണ് ജനിച്ചത്. മകളുടെ മാമോദിസ ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലായിരുന്നു നടന്നത്. 1998 വണ്ടിപ്പെരിയാറിലേക്ക് തിരികെ വന്ന ജോയിച്ചേട്ടനും കുടുംബവും മുണ്ടക്കൈ നിവാസികളുമായുള്ള ബന്ധം നിലനിർത്തിയിരുന്നു. 5 വർഷക്കാലം തങ്ങളെ തൊഴിൽ മേഖലയിൽ സംരക്ഷിച്ച ഒരു പ്രദേശത്തെ നാട്ടുകാരുടെ സ്നേഹത്തെയും ഇവരിലെ ചില ആളുകളുടെ വേർപാടിനെയും ഇവർ ദുഃഖത്തോടെയാണ് ഓർക്കുന്നത്. ക്ഷേത്ര ദർശനത്തിനായി സൂക്ഷിച്ച കുടുക്ക വയനാടിന് സംഭാവന ചെയ്ത LKG-കാരൻ. നെടുങ്കണ്ടം പച്ചടി SNLP സ്കൂളിലെ വിദ്യാർത്ഥിയായ ആരവ് സൽജിയാണ് കുടുക്ക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. ശ്രീകൃഷ്ണ ഭക്തനാണ് ആരവ് സൽജി. മാതാപിതാക്കൾക്കൊപ്പം നിരവധി ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്.
ഒരു വർഷം മുൻപാണ് അമ്പലപ്പുഴ ക്ഷേത്രം സന്ദർശിക്കുന്നതിനായി ആരവ് കുടുക്കയിൽ പണം സൂക്ഷിച്ചു തുടങ്ങിയത്. അമ്പലപ്പുഴ പോകാൻ അടുത്തേക്കൊന്ന് വാങ്ങി തന്ന അപ്പോൾ വൈകിട്ട് ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ട് മണ്ണിച്ച ഉണ്ടായിട്ട് വെള്ളമൊക്കെ പോയിട്ട് ഞാൻ പാവം കൊണ്ടിലേക്ക് ആ കുടുക്ക കൊടുക്കുക. വയനാടിന്റെ ദുരിതമറിഞ്ഞതോടെ ക്ഷേത്ര ദർശനം പിന്നീടാകാമെന്ന് തീരുമാനിച്ച് കുടുക്ക ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറണമെന്ന് മാതാപിതാക്കളെ അറിയിക്കുകയായിരുന്നു. അമ്മ ദിവ്യയ്ക്കൊപ്പം സ്കൂളിലെത്തി കുടുക്ക ഹെഡ്മാസ്റ്റർ ബിജു പുളിക്കലേടത്തിന് കൈമാറി. ആരവ് കുടുക്കയിൽ സൂക്ഷിച്ച തുക സ്കൂൾ അധികൃതർ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾക്കായാണ് ആരവ് തന്റെ കൊച്ചു സമ്പാദ്യം കൈമാറിയത്. വയനാടിന് കൈത്താങ്ങായി തങ്ങളുടെ സമ്പാദ്യം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ ഇരട്ട കുട്ടികൾ. ഏറെ നാളായി സൂക്ഷിച്ചിരുന്ന നാണയത്തുട്ടുകളാണ് കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് UP സ്കൂളിലെ ആരോൺ ടോം ബിനോയിയും ജിയന്ന ടോം ബിനോയിയും വയനാടിനായി നൽകിയത്. വയനാട് മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ ഉറ്റവരും ഉടയവരും ഉൾപ്പെടെ സർവ്വതും നഷ്ടപ്പെട്ടവരുടെ ബുദ്ധിമുട്ടുകൾ വാർത്താമാധ്യമങ്ങളിലൂടെ അറിഞ്ഞ കുട്ടികൾ തങ്ങളുടെ കുടുക്ക പൊട്ടിച്ച് ലഭിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുവാൻ തയ്യാറാകുകയായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ചയില എക്സ്പീരി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡും അതൊക്കെ കൊടുക്കണമെന്ന് കണ്ടപ്പോൾ അത് ഞങ്ങൾക്ക് നന്നായിട്ട് തോന്നിയില്ല. അത് മനുഷ്യർക്ക് ആഹാരം കഴിക്കേണ്ടത് അത്യാവശ്യം, അതുകൊണ്ട് വേറൊരു രോഗം ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. പിന്നെ ദുരിതം അനുഭവിക്കുന്നവർക്കും വേണ്ടി ഞങ്ങൾ കൊടുത്ത ഇത്. വെള്ളയാങ്കുടി കൊങ്ങണിപ്പടവ് മുല്ലൂർ ബിനോയിയുടെയും ആശയുടെയും ഇരട്ട കുട്ടികളാണ് ആരോൺ ടോം ബിനോയിയും ജിയന്ന ടോം ബിനോയിയും. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് കൊടുക്കണമെന്ന് തോന്നി, അതുകൊണ്ട് പപ്പയോട് ചോദിച്ചപ്പം പപ്പ കൊടുത്തോളാൻ പറഞ്ഞു, അതുകൊണ്ടാണ് കൊടുത്തത്. സ്കൂളിൽ എത്തി വിവരം തങ്ങളുടെ ക്ലാസ് ടീച്ചർ സിസ്റ്റർ ധന്യ FCCയെ അറിയിച്ചു. തുടർന്ന് ഹെഡ്മാസ്റ്റർ ബിനോയ് മഠത്തിലിന് പണം കൈമാറി. മറ്റുള്ളവരെ സഹായിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ആരോണിനെയും ജിയന്നയെയും ഹെഡ്മാസ്റ്റർ അനുമോദിച്ചു. വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് UP സ്കൂളിലെ 6ാം ക്ലാസ്സിലെ 2 വിദ്യാർത്ഥികളാണ് ജിയന്നയും ആരോണും. അവരുടെ കൊച്ചു സമ്പാദ്യത്തിൽ നിന്ന് അവരിന്നൊരു തുക വയനാടിന് വേണ്ടി സംഭാവന ചെയ്തിരിക്കുകയാണ്. ആരും അവരെ നിർബന്ധിച്ച് കൊടുപ്പിച്ചതല്ല, അവരുടെ തന്നെ സ്വയമായിട്ടുള്ള ബോധ്യങ്ങളിൽ നിന്ന് അവർ കൊടുത്തതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വയനാടിനെ പറ്റിയുള്ള വാർത്തകൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സലിഞ്ഞു. അവർക്ക് ഭക്ഷണത്തിൻ്റേതായിട്ടുള്ള കുറവുകളുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ കേട്ടപ്പോൾ അവരുടെ കൊച്ചു സമ്പാദ്യം, അവർ വർഷങ്ങളായിട്ട് കരുതി വെച്ചിരുന്ന സമ്പാദ്യ കുടുക്ക ഇന്ന് രാവിലെ പൊട്ടിച്ച് അവരെൻ്റെ ഒരിക്കൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടി നൽകിയതാണ്. ആ കുട്ടികളുടെ വലിയ ഒരു മനസ്സിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. സ്കൂളിലെ മറ്റു കുട്ടികൾക്ക് മാതൃകയായിരിക്കുകയാണ് ഈ ഇരട്ട കുട്ടികൾ. ദുരന്തഭൂമിയായ വയനാട്ടിൽ വീട് വെച്ച് നൽകുന്നതിന് വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് സമാഹരിച്ച തുക സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ ഏറ്റുവാങ്ങി. വയനാടിന് ഒരു കൈത്താങ് എന്ന പേരിൽ വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റി 14 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ദുരന്തഭൂമിയായ വയനാടിന് ഒരു കൈത്താങ് എന്ന പേരിലാണ് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 14 വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ജില്ലയിൽ നിന്നും ഒരു വീട് എന്ന ക്രമത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിനായി സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരികളിൽ നിന്നുമാണ് പണം സമാഹരിക്കുന്നത്. കട്ടപ്പന യൂണിറ്റ് വിവിധ ദിവസങ്ങളായി നടത്തിയ പണസമാഹരണത്തിലൂടെ ലഭിച്ച തുക സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേലിന് കൈമാറി. ജില്ലയിൽ ആദ്യം പണം സമാഹരിച്ച് കൈമാറിയ യൂണിറ്റാണ് കട്ടപ്പന. വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാപാരികളെ സമീപിക്കുമ്പോൾ പൂർണ്ണ പിന്തുണയാണ് കട്ടപ്പനയിലെ വ്യാപാരി സമൂഹം നൽകുന്നതെന്നും സാജൻ കുന്നേൽ പറഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് സംഭവിച്ചത്. ഞങ്ങൾ വ്യാപാരി വ്യവസായി സമിതി ആ വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ മരണപ്പെട്ട എല്ലാ സഹോദരങ്ങളുടെയും ആത്മാക്കളുടെ മുമ്പിൽ സ്മരണാഞ്ജലി അർപ്പിക്കുകയാണ്. ആ വലിയ ദുരന്തത്തിൽ സംഘടനാ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് അവിടെ ഒരു ജില്ലാ കമ്മിറ്റി മിനിമം ഒരു വീട് എന്നുള്ള നിലയിലൊരു തീരുമാനമെടുത്തുകൊണ്ടാണ് പ്രവർത്തിച്ച് അതിൻ്റെ ഫണ്ട് സമാഹരിച്ചത്. കട്ടപ്പന യൂണിറ്റിൽ വ്യാപാര സമൂഹം വ്യാപാര സമിതിയോട് അകമഴിഞ്ഞ സഹകരണമാണ് തന്നത്. ഇടുക്കി ജില്ലയിലുടനീളം ഈ കൈത്താങ്ങലിന് വയനാടിനൊരു കൈത്താങ്ങ് എന്നുള്ള ആ ഒരു സന്ദേശം വ്യാപാരി സമിതി ഏറ്റെടുത്തത് ഈ പൊതുസമൂഹവും അത് വലിയ അംഗീകാരമാണ് നൽകിയിരിക്കുന്നത്. യോഗത്തിനോടനുബന്ധിച്ച വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റിന്റെ സെക്രട്ടറിയായി GS ഷിനോജ്,
കട്ടപ്പന ഏരിയ പ്രസിഡന്റായി MR അയ്യപ്പൻകുട്ടി, ഏരിയ ട്രഷററായി ആൽവിൻ തോമസ് എന്നിവരെയും തിരഞ്ഞെടുത്തു. സംഘടനയിലെ വനിതാ പ്രതിനിധിയായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് SR ശോഭനയെയും തിരഞ്ഞെടുത്തു. യോഗത്തിൽ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ്, PJ കുഞ്ഞുമൻ, PK സജീവൻ, M ജഹാംഗീർ, റെജികുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കാഞ്ചിയാർ സ്നേഹത്തണലിന്റെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും യോഗ ക്ലാസും സംഘടിപ്പിച്ചു. ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ സാമൂഹ്യക്ഷേമ കാര്യങ്ങളിൽ വർഷങ്ങളായി കാഞ്ചിയാറിന്റെ മണ്ണിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന സന്നദ്ധ സംഘടനയാണ് സ്നേഹത്തണൽ. ഇത്തരത്തിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് മേഖലയിലെ വയോധികരെയും യുവജനങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പും യോഗ ക്ലാസും സംഘടിപ്പിച്ചത്. കാഞ്ചിയാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രായമാകുമ്പോൾ ഏറ്റവും വലിയ പോരായ്മ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതാണ്. അപ്പോൾ പ്രായമാണ് ഇനി നമ്മളെ ഈ സമൂഹത്തിലോ വീടിനോ ഒന്നും പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടാനില്ല. ജീവനാളുകളുടെ കുടുംബത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയോ ഒക്കെ ആയിട്ട് വീട്ടിൽ വെച്ചു ഇനി ഇത്രയൊക്കെ മതി എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ കാണുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യാത്ര പോകുന്നു, വിവിധ തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നു, ഇന്ന് തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഈ ഒരു ചിന്ത നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് പ്രായമായി എങ്കിലും ഇനിയും നമ്മളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇനിയും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ആ ഒരു ചിന്ത നിങ്ങൾക്ക് എത്ര കാലം ഉണ്ടാകുന്നു അത്രയും കാലം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ, നല്ല ചിന്തകൾ ഉണ്ടാകുക, നിങ്ങളുടെ മനസ്സിൽ ഒരു ഊർജ്ജം ഉണ്ടാകുക എന്നുള്ളതാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു ചിന്താശേഷി ആരും തന്നെ കൈമോശം വരുത്തരുത് എന്നതാണ്. ഓരോ ജനങ്ങളുടെയും ആരോഗ്യം ഏറ്റവും മികച്ച സംവിധാനത്തിലൂടെ നിലനിർത്തുക, മെച്ചപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മെഡിക്കൽ ക്യാമ്പിനോടൊപ്പം സംഘടിപ്പിച്ച യോഗ പരിശീലനത്തിന് ഡോക്ടർ ആദർശ് GS നേതൃത്വം നൽകി. സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PC തോമസ്, സെക്രട്ടറി സന്ധ്യ ജയൻ, HCN മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു, മറ്റ് സംഘടനാ ഭാരവാഹികളായ രാജു നിവർത്തിൽ, ചാക്കോച്ചൻ തിരുവിക്കൽ, ജോണി വടക്കൻ പറമ്പിൽ, സുലോചന തങ്കപ്പൻ, സരസമ്മ, ഗൗരിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രകൃതി സൗന്ദര്യത്താൽ ഏറെ ആകർഷണീയമായ കാഞ്ചിയാർ അഞ്ചുരുളി തടാകം മാലിന്യത്താൽ വികൃതമാകുന്നു. കാലവർഷ മഴയിൽ അഞ്ചുരുളി തടാകത്തിലേക്ക് ഒഴുകി വന്നത് ടൺ കണക്കിന് മാലിന്യമാണ്. പ്രധാനമായും കട്ടപ്പനയാർ വന്നു ചേരുന്ന ഭാഗത്താണ് മാലിന്യം കെട്ടിക്കിടക്കുന്നത്. മനുഷ്യൻ പ്രകൃതിയോട് നടത്തുന്ന ക്രൂരതകൾക്ക് നേർചിത്രമാകുകയാണ് സൗന്ദര്യം തുളുമ്പിയിരുന്ന അഞ്ചുരുളിയുടെ ഇപ്പോഴത്തെ കാഴ്ചകൾ. കടൽ തിരമാലകൾ പോലെ വെള്ളം തീരെ തലയടിക്കുന്ന കാഴ്ചയായിരുന്നു അഞ്ചുരുളി തടാകത്തിൽ നിന്ന് മുമ്പ് സഞ്ചാരികൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ മാലിന്യം നിറഞ്ഞ ജലതടാകമായി മാറിയിരിക്കുകയാണ് സഞ്ചാരികളുടെ ഈ ഇഷ്ടകേന്ദ്രം. കട്ടപ്പന നഗരത്തിലൂടെയടക്കം ഒഴുകി വരുന്ന കട്ടപ്പനയാറ്റിൽ നിന്നുമാണ് മാലിന്യം ഇവിടേക്ക് പ്രധാനമായും ഒഴുകിയെത്തുന്നത്. പലപ്പോഴും നീർച്ചാലുകളെപ്പോലും മാലിന്യം വലിച്ചെറിയാനുള്ള ഇടമായി നമ്മൾ കാണുന്നു. കട്ടപ്പനയാറും ആറ്റിലേക്ക് ഒഴുകി വരുന്ന കൈത്തോടുകളുടെ സ്ഥിതിയും ഇങ്ങനെ തന്നെയാണ്. കാലവർഷം ശക്തിയാകുന്നതോടെ വിവിധ മേഖലകളിൽ നിന്നുള്ള മാലിന്യം വഹിച്ചുകൊണ്ടാണ് അഞ്ചുരുളി ലക്ഷ്യമാക്കി കട്ടപ്പനയാർ ഒഴുകുന്നത്. ഒടുവിൽ ഇടുക്കി ഡാമിന്റെ ഭാഗമായ അഞ്ചുരുളി തടാകം മലിനീമസമായ കാഴ്ചയാണ് ദൃശ്യമാകുന്നത്. അഞ്ചുരുളി തടാകത്തിലേക്ക് കട്ടപ്പനയാർ വന്നുചേരുന്ന ഭാഗം മുഴുവനായും മാലിന്യത്താൽ നിറഞ്ഞ കാഴ്ച സൗന്ദര്യം തുളുമ്പിയിരുന്ന അഞ്ചുരുളിയുടെ മുഖം വികൃതമാക്കുകയാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ, ചെരുപ്പുകൾ, മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കൾ തുടങ്ങി ടൺ കണക്കിന് മാലിന്യമാണ് അഞ്ചുരുളിയുടെ ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. കട്ടപ്പനയാറിനു പുറമെ ഇരട്ടിയാർ അണക്കെട്ടിൽ നിന്നും വലിയ തോതിൽ മാലിന്യം ഇവിടേക്ക് എത്തുന്നു. ഒപ്പം പെരിയാറ്റിൽ നിന്നുള്ള മാലിന്യം വേറെയും.
ഇടുക്കി ഡാമിന്റെ ഭാഗമായ അഞ്ചുരുളി തടാകത്തിൽ മാലിന്യം നിറയുന്നത് ഇടുക്കി അണക്കെട്ടിന്റെ സംഭരണ ശേഷിയെയും പ്രതികൂലമായി ബാധിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടി നമ്മുടെ ഇടുക്കി ഡാം ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ഡാമിലേക്ക് എവിടെ നിന്നാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എത്തുന്നത്? വാസ്തവത്തിൽ കട്ടപ്പനയിൽ നിന്നും, കട്ടപ്പന നഗരത്തിൽ നിന്നും കട്ടപ്പനയാറിലൂടെ ഒഴുകി വരുന്ന മാലിന്യങ്ങളും അതുപോലെ ഇരട്ടയാറിൽ നിന്നും തുരങ്കത്തിലൂടെ ഒഴുകി വരുന്ന മാലിന്യങ്ങളും ഈ അഞ്ചുരുളി മേഖലയിൽ വലിയൊരു പാരിസ്ഥിതിക പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. ഇത് എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്, ഓരോ മഴക്കാലത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ പുഴയിലേക്കും തോട്ടിലേക്കും അരുവികളിലേക്കും ഒക്കെ വലിച്ചെറിയുന്ന നമ്മളുടെ തന്നെ മാലിന്യം ഒഴുകി ഇടുക്കി ഡാമിലേക്ക് എത്തുന്നത്. ഇടുക്കി ഡാമിനെ സംബന്ധിച്ച് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡാമാണ് ഇപ്പോൾ ഈ ഒരു മാലിന്യം ഒഴുകി ചെല്ലുന്നതിലൂടെ. കാരണം ഒരുപാട് ജലജീവികൾ, മത്സ്യസമ്പത്ത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കും. അതുപോലെ തന്നെ നമ്മളുടെ പല സ്ഥലങ്ങളിലേക്കും കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കുന്ന ഇടുക്കി ഡാമിൽ നിന്നാണ്. അപ്പോൾ ഈ ഡാമിലേക്ക് ഒഴുകി ചെല്ലുന്ന മാലിന്യങ്ങൾ ഓട്ടോമാറ്റിക്കായി അവിടെ തന്നെ താഴ്ന്നു പോകുന്നൊരവസ്ഥയാണ് എല്ലാ വർഷവും ഉണ്ടാകുന്നത്. ഇത് തീർച്ചയായും ഡാമിൻ്റെ ഒരു സുരക്ഷയ്ക്കും തീർച്ചയായിട്ടും ഡാം നികന്നുകൊണ്ടിരിക്കുകയാണ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നികന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാണ്ട് നമുക്കറിയാം, ഡാം തുറക്കേണ്ട ചില സാഹചര്യങ്ങളിൽ ഇത് ഒഴുകി പെരിയാറിലൂടെ കടലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു മാലിന്യമാണ് ഇവിടെ എത്തുന്നത്. കട്ടപ്പന നഗരത്തിലെ മുഴുവൻ മാലിന്യവും വഹിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ കട്ടപ്പനയാറ് ഈ ഇടുക്കി ഡാമിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ തന്നെ, അല്ലെങ്കിൽ നഗരസഭയും അതുപോലെ തന്നെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തും ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട്, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തും ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് തീർച്ചയായും ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഇത് വലിയ ദോഷമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓരോ വർഷവും ഇത്തരത്തിൽ ടൺ കണക്കിന് മാലിന്യമാണ് അഞ്ചുരുളി തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇത് അഞ്ചുരുളിയുടെ സൗന്ദര്യത്തിന് ഭംഗം വരുത്തുന്നതിനൊപ്പം പാരിസ്ഥിതിക പ്രശ്നവും ഉയർത്തുന്നു. അതിനോടൊപ്പം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലജീവികൾക്ക് ഭീഷണിയാണ്. അഞ്ചുരുളിയുടെ മത്സ്യസമ്പത്തിന് തന്നെ പ്രതികൂല സ്ഥിതിയാണ് അടിഞ്ഞുകൂടുന്ന മാലിന്യം ഉണ്ടാക്കുന്നത്. ഇടുക്കിയുടെ സൗന്ദര്യം നിലനിർത്തേണ്ടത് ഹൈറേഞ്ചുകാരുടെ പ്രതിബദ്ധതയാണ്. എന്നാൽ നിലവിൽ ഈ മലനാടിൻ്റെ സൗന്ദര്യം നമ്മൾ അറിഞ്ഞുമറിയാതെ നശിപ്പിക്കുന്നു എന്നതിലേക്ക് അഞ്ചുരുളിയുടെ ഈ മുഖം വിരൽ ചൂണ്ടുകയാണ്. ആളുകൾ നീർച്ചാലുകളിലേക്ക് വലിച്ചെറിയാതെ കൃത്യമായി മാലിന്യ സംസ്കരണം നടത്തിയാൽ നാളുകളിൽ അഞ്ചുരുളിക്ക് ഈ സ്ഥിതി ഉണ്ടാക്കുകയില്ലെന്ന പ്രകൃതി സംരക്ഷണ സംഘടനകളും പറയുന്നു. നിലവിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്ത അഞ്ചുരുളിയുടെ സൗന്ദര്യം വീണ്ടെടുക്കണമെന്ന ആവശ്യമാണ് ഉയർന്നുവരുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്ക ലേല വിവരം. ആകുലോട്ട് 91, വിൽപ്പനയ്ക്ക് വന്നത് 15,724, വിൽപ്പന നടന്നത് 15,541. കൂടിയ വില 2,795, ശരാശരി വില 2,165. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 662 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പൂ 975, കൊക്കോ 80, റബ്ബർ 204. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,390 രൂപ, വെള്ളി 87. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സംസ്ഥാനം വ്യവസായ രംഗത്ത് വിപ്ലവാത്മക ചുവടുകളാണ് വയ്ക്കുന്നതെന്ന് മന്ത്രി പി രാജീവ്. സംരംഭക സമൂഹത്തിനായി വലിയ മാറ്റങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും മന്ത്രി. മൂന്നാർ ആറു ജംഗ്ഷനിലെ വഴിയോരക്കടകൾ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് തുറക്കാൻ പാടില്ലെന്ന് കർശന നിർദ്ദേശം നൽകി തദ്ദേശ ഭരണകൂടം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ 4ഓളം കടകളുടെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. മേഖലയിൽ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അധികൃതർ.
വീടിനരികിൽ സ്വകാര്യ റിസോർട്ടുകാർ ഭീമൻ കുളം നിർമ്മിച്ചതോടെ ഉറക്കം നഷ്ടപ്പെട്ട കുടുംബം. മഴ പെയ്തതോടെ ഏത് നിമിഷവും നിലം പതിക്കാവുന്ന വീട്ടിൽ കഴിയുന്നത് ആനച്ചാൽ ചിത്തിരപുരത്ത് താമസിച്ചു വരുന്ന പള്ളിപ്പുറത്ത് വീട്ടിൽ ആയിഷയും കുടുംബവും. പെട്ടിമുടി ദുരന്തത്തിന് ഇന്ന് 4 വയസ്സ്. മലമുകളിൽ നിന്ന് പൊട്ടിയൊഴുകിയ ഉരുൾ പെട്ടിമുടിയെ നാമാവശേഷമാക്കിയത് 2020 ഓഗസ്റ്റ് 6 അർദ്ധരാത്രിയിൽ. ദുരന്തത്തിൽ നഷ്ടപ്പെട്ടത് കുഞ്ഞുങ്ങളും ഗർഭിണിയും ഉൾപ്പെടെ 70 പേരുടെ ജീവൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.